അങ്ങനത്തെ ചെറിയ ചെറിയ സൂക്കേടിനൊന്നും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ചികിത്സിച്ചാ 3 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിലും 3 ദിവസം കൊണ്ട് മാറും. ക്ഷമ വേണം മനുഷ്യന്, കുറച്ചു ക്ഷമ വേണം. അതുകൊണ്ടാണ് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ് എന്ന് പഠിപ്പിച്ചത്. ക്ഷമയുണ്ടെങ്കിൽ പിന്നെ പനി വന്നാൽ ഒരു 3 ദിവസം അങ്ങ് കിടന്നുകൊടുത്താൽ മതി. നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ പോവാ, തിരിച്ചു വരാ, വീണ്ടും കിടക്കുക, വിശ്രമിക്കാം, ഉപവസിക്കുക. ഭക്ഷണം ഇറച്ചും മീനും അങ്ങനത്തെ കനമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. നല്ല ഇളനീരിന്റെ വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ സംസം വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ കരിക്കിലൊരൽപ്പം തേനൊഴിച്ചിട്ട് കുടിക്കുക. എന്നാ 3 ദിവസം കൊണ്ട് ആ പനിയും മാറും, വയറിളക്കവും മാറും, എല്ലാം മാറും. ഒരു മരുന്നും കുടിക്കേണ്ട ആവശ്യമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്താൽ പോലും ആന്റിബയോട്ടിക് ഗുളിക കൊടുക്കൂല. നമ്മളിവിടെ ജലദോഷം പിടിച്ചാൽ തന്നെ ആന്റിബയോട്ടിക് കൊടുക്കും. ആന്റിബയോട്ടിക് മനുഷ്യനെ കൊല്ലുന്ന മരുന്നാണ്. പാരസെറ്റാമോൾ എന്ന് പറയുന്ന മരുന്ന് കുടിച്ചാൽ മനുഷ്യന്റെ ലിവർ നശിച്ചു പോകും. പാരസെറ്റാമോൾ അല്ലേ അനങ്ങിയ കൊടുക്കുന്നത്? അത് കാൽപോഡായാലും കാൽമോഡായാലും പാനഡോളായാലും ഡോളായാലും എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് പാരസെറ്റാമോളാ. ഇപ്പൊ ഗവൺമെന്റ് ഇവിടെ നിയമം കൊണ്ടുവന്നു, ഡോക്ടർമാർ എഴുതുമ്പോ പാരസെറ്റാമോൾ എന്നാണ് എഴുതേണ്ടത്. ഫാർമസിക്കാരന് ഇഷ്ടമുള്ള ബ്രാൻഡ് കൊടുക്കാം, ഡോക്ടർമാര് സമ്മതിക്കൂല. അവർക്ക് തന്നെ ബ്രാൻഡ് എഴുതണം. അങ്ങനെ എഴുതിയാലേ ആ ബ്രാൻഡ് കമ്പനിക്കാരൻ ഡോക്ടറുടെ പോക്കറ്റിലേക്ക് ക്യാഷ് കൊടുക്കുകയുള്ളൂ. അപ്പൊ സൂഫിയാക്കളായ മഹാന്മാർ അതിനാണ് മരുന്നുണ്ടാക്കി ഒരു ഗുളികയും ഒക്കെ അവരെടുത്തുണ്ടാവും, അതങ്ങ് കൊടുക്കും. എല്ലാ സൂക്കേടിനും മതി. അല്ലെങ്കിൽ ഒന്നങ്ങ് ഊതിക്കൊടുക്കും. വായാർ തങ്ങളെ പന്തിരിച്ച് തേനുണ്ട് ഇവിടെ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി എല്ലാവരും ഒരു സ്വതക്ക കൊടുത്തോളൂ, ശിഫയുണ്ടാകും. തേൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു തആല ശിഫയ്ക്ക് വേണ്ടി വെച്ചൊരു സാധനമാണ്. അലൈക്കും ബിശ്ശിഫാഇൻ അൽ ഖുർആൻ വൽ അസൽ. 2 ശിഫ ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് തേനാണ്, ഒന്ന് ഖുർആനാണ്. ഒന്ന് ആത്മീയമാണ്, മറ്റൊന്ന് ഭൗതികമാണ്. ഭൗതികം തേനാണ്. മന്ത്രിച്ചില്ലെങ്കിലും തേൻ കുടിച്ചാൽ ശിഫ ഉണ്ടാവും, മന്ത്രിച്ചാലോ ഡബിള് ശിഫയായി. ഡൽഹിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലേഗ് രോഗം പിടിപെട്ടിട്ട് ആളുകൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങി. പല ചികിത്സയും നടന്നു. അവസാനം ഡോക്ടർ അജ്മൽ ഖാൻ എന്ന് പറയുന്ന, ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്ന യുനാനി വൈദ്യൻ ഒരു ഗുളിക ഉണ്ടാക്കേണ്ട കൊടുത്തു. 3 ദിവസം കൊണ്ട് രോഗം മാറി തുടങ്ങി. അങ്ങനെ അയാളോട് വന്ന് ചോദിച്ചു, എന്ത് ഫോർമുലയാണ് നിങ്ങൾ ചേർത്തിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചുവന്ന മുളകും തേനുമാണ്. ചുവന്ന മുളകിന്റെ പൊടിയെടുത്ത് തേനൊഴിച്ച് ഉരുട്ടിയിട്ട് മാത്രയാക്കി അങ്ങ് വെച്ചു ഉണക്കി ഗുളികാക്കിയായിട്ട് കൊടുത്തു. സൂക്കേട് മാറിപ്പോയി. ഇതാണ് ചികിത്സ എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുക്കളയിലുള്ളത് തന്നെയാണ് ചികിത്സയുടെ പകുതി. കുരുമുളകും ഇഞ്ചിയും ഏലവും കറുകപ്പട്ടയും ഗ്രാമ്പൂവും മല്ലിയും എല്ലാം ചികിത്സയുടെ ഭാഗമാണ്. അതാണ് ഭക്ഷണത്തിൽ വന്നിട്ടുള്ളത്. മഞ്ഞളും ടേർമറിക് വലിയ ക്യാൻസറിനൊക്കെയുള്ള പ്രതിരോധ ചികിത്സയാണ് ടേർമറിക്, കുർക്കുമിൻ. പക്ഷെ ഈ മഞ്ഞളിന് പകരം കടയിൽ നിന്ന് കളർ വാങ്ങിക്കൊണ്ടുവന്ന് ചോറിന് ചുവപ്പിച്ചാല് കല്യാണത്തിന് വിളിക്കുന്നവരെ രോഗിയാക്കി പറഞ്ഞാക്കുകയാണ് നീ ചെയ്യുക. കോഴിയുടെ മേളൊരു പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ചുവപ്പിച്ച് ഉഷാറായ ഒരു ചിക്കൻ സൽക്കരിക്കുകയാണ് ആൾക്കാരെ. ആളെ ക്ഷണിച്ചു വരുത്തി വിഷം കൊടുക്കരുത്. ചോപ്പിക്കാനുള്ള സാധനം മഞ്ഞളുണ്ട്. മഞ്ഞൾ ഉപയോഗിച്ചോ? മഞ്ഞളും തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലോണം ചോക്കും. അങ്ങനെ നാച്ചുറൽ കളറുകൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട് ഓരോന്നിലും. ഇങ്ങനെയുള്ള മരുന്നുകൾക്ക് പകരം വിഷം കൊടുക്കുന്ന ചികിത്സയാണ് കൂടുതലായി നടക്കുന്നത്. മർക്കസിൽ യുനാനി ഹോസ്പിറ്റൽ തുടങ്ങാൻ തന്നെയുള്ള കാരണം ഇതാണ്. ഇപ്പൊ യുനാനി മെഡിക്കൽ കോളേജും തുടങ്ങി. സഹോദരന്മാരെ, സൂഫിയാക്കളുടെ വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് ചികിത്സ എന്ന് പറയുന്നത്. സാമൂഹിക പ്രവർത്തനം എന്ന് പറയും.
കൃഷിയും കച്ചവടവും എല്ലാം അവരുടെ വഴിയിലുള്ളതാണ്. ശൈഖുന കുണ്ടൂർ ഉസ്താദ് ആശിഖ് റസൂൽ അഷ്ശൈഖ് അബ്ദുൽ ഖാദിർ കുണ്ടൂരി റഫഅല്ലാഹു ദറജതഹു, അവരൊരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ചാക്കില് അരച്ചാക്ക് അരി തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു മുരുക്കും പെട്ടിയുടെ പലകയുടെ മുകളിൽ കരിക്കട്ട കൊണ്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെ അരി വിൽക്കപ്പെടും. എന്നിട്ട്